നമസ്കാരം. നേര്യമംഗലം ചെമ്പങ്കുഴിയിൽ കാട്ടാന ആക്രമണത്തിൽ പെൺകുട്ടി മരിച്ച സംഭവത്തെ തുടർന്ന് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചെമ്പങ്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സമരം ഫോറസ്റ്റ് സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം ആയിരുന്നു ഒരുക്കിയിരുന്നത്. ഫോറസ്റ്റുകാർക്കെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ജനം പ്രതികരിച്ചത്. ഇപ്പോഴും റോഡിന് മുകളിലായി ആന നിൽപ്പുണ്ടെന്ന് ആളുകൾ പറഞ്ഞു. പേടിച്ചിട്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സമര നേതാക്കന്മാരുമായി കോതമംഗലം തഹസിൽദാറും മൂവാറ്റുപുഴ ഡിവൈഎസ്പിയും സംസാരിക്കുകയും കളക്ടറുടെ സാന്നിധ്യത്തിൽ ഫോറസ്റ്റ് ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ നാളെ ചർച്ച ചെയ്യും എന്ന ഉറപ്പ് നൽകിയതിനെ തുടർന്ന് സമരക്കാർ പിരിഞ്ഞുപോയി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ, പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ ജെയ്സൺ, ജിൻസി മാത്യു, നീണ്ടപ്പാറ കത്തോലിക്ക പള്ളി വികാരി ജോൺ ഓണേലിൽ, ചെമ്പങ്കുഴി യാക്കോബായ പള്ളി വികാരി ബെൻ സ്റ്റീഫൻ മാത്യു കല്ലുങ്കൽ, കത്തോലിക്ക കോൺഗ്രസ് രൂപത പ്രസിഡന്റ് സണ്ണി കടുത്താഴെ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്മോൻ ജോസ്, BJP മേഖലാ സെക്രട്ടറി EM സജീവ്, RSP നിയോജക മണ്ഡലം സെക്രട്ടറി AC രാജശേഖരൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ഈ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെയുള്ള പാവപ്പെട്ട നാട്ടുകാരെ വലിയ പോലീസ് സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കേസെടുത്ത് ജയിലിൽ വിടാനുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഇത്രയധികം പോലീസിനെ ഇവിടെ വിന്യസിപ്പിച്ചേക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തിനാണ് ഒരു നിസ്സാര സംഭവത്തിൻ്റെ പേരിൽ ഇതിന് മാത്രം പോലീസ്, ഇതിലെമ്പാടും പോലീസിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു പാവപ്പെട്ട പെൺകുട്ടി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധമാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ, നൂറുകണക്കിന് ആളുകൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് അവരുടെ ജീവനിൽ പേടിച്ച് ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയിലാണ് ജനങ്ങൾ ഫോറസ്റ്റ് ഓഫീസിലെ മുമ്പിലേക്ക് സമരവുമായി കടന്നു വന്നിട്ടുള്ളത്. ഫോറസ്റ്റുകാരുടെ അധികാര പരിധിക്കുള്ളിൽ നിന്ന് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പോലും അവർ ചെയ്യുന്നില്ല എന്നുള്ള വലിയ പ്രതിഷേധമാണ് ഇവിടെ ജനങ്ങൾക്കുള്ളത്. ഇപ്പോൾ അടിയന്തരമായി ഇവിടെ ചാർജുള്ള തഹസിൽദാരും DYSPയുടെയും നേതൃത്വത്തിൽ കളക്ടറുമായി ഈ വിഷയം സംസാരിച്ച് ഇവിടെ ജനപ്രതിനിധികളുമായി ചേർന്ന് ഈ വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള തരത്തിലുള്ള ചർച്ചകൾ നടത്താമെന്ന ഉറപ്പിൻ്റെ പേരിൽ ഇവിടെ താൽക്കാലികമായി നടത്തി വന്ന സമരം അവസാനിപ്പിച്ച് ജനങ്ങൾ പിന്മാറുകയാണ്.